പട്ടി 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 വിളിക്കുകയാണ് മുദ്രാവാക്യം. ഇത് ചിന്തിക്കാൻ കഴിയുമോ? സ്ത്രീകളുടെ വായിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. സ്ത്രീകളെ കൊണ്ട് ഇത് വിളിപ്പിക്കുകയാണ്, അവരുടെ അന്തസ്സ് കെടുത്തുകയാണ്. അതുകൊണ്ട് എന്താ എല്ലാവരുടെയും മേലെ FIR ആയതായിരുന്നു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. എല്ലാവരും പോലീസ് സ്റ്റേഷൻ പോണ്ടി വരും, ജാമ്യം എടുക്കരുത്, പല കാര്യമുണ്ടോ? ഇതാണ് CPM നല്ല സ്ത്രീകളെ കൊണ്ടുപോയി വഷളാക്കി അവരെ കേസിൽ പ്രതിയാക്കുന്ന നേതൃത്വമാണ്. അതാണ് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ നേതൃത്വം. ഓരോന്നായിട്ട് പറഞ്ഞാൽ തീരത്തില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നന്നാവും, സ്വയം നന്നാവും, ഉള്ള സ്ഥാനം നഷ്ടപ്പെടാതെ നോക്ക്, തിരിച്ചു വരാനും നോക്ക്. ഇവിടെ ഉദ്ഘാടകം പറഞ്ഞല്ലോ, ആശയപരമായി ഫൈറ്റ് ചെയ്ത് തിരിച്ചു പോവാ. അത് പറയുന്നതിന് വിരോധിക്കുന്നത് എന്തിനാ? ഇന്നലെ ഇവിടെ ഒരു കരിങ്കല്ല് തോടിൽ കെട്ടുന്ന ഒരു പരിപാടിയില്ല, ഒരു ചെറിയ പരിപാടി, 50 പേരേ ഉള്ളൂ, സ്ത്രീകളാണ്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഉടനെ എന്റെ പേര് വെച്ചിട്ടാണ് ഒരാളൊരു വേണം, അയാളുടെ പേര് ഞാനാണ് ഞാൻ സംസാരിച്ചുണ്ട്. ഉടനെ ഇപ്പുറത്തൊന്ന് വേറൊരാൾ രാഷ്ട്രീയം പറയുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നും ഇല്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല, അവിടെ തന്നെ ചെയ്തത്. പക്ഷെ പത്രക്കാരെന്താ എഴുതി? G. സുധാകരന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. ആ പണി ഇപ്പം ആരാ ചെയ്യുന്നത്? പത്രക്കാരൻ. നമുക്ക് പത്രക്കാരായ ചില ആളുകളുടെ തോന്നിയവാസം, ആ പത്രധർമ്മം ബലികഴിച്ചുകൊണ്ട് ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകൾക്ക് വേണ്ടി പിന്തുണങ്ങിയാണ്. എന്റെ സമ്മേളനമൊന്നും ആരും തടസ്സപ്പെടുത്തിയില്ല, അവിടെ ഇരുന്ന ഒരാൾ പോലും ഗവനിച്ചില്ല. ഇതാ ആമീദക്കായാണ് അവരെ ഉപദേശിക്കാൻ വേണ്ടി പോയത്. ഞാൻ പറഞ്ഞു വേണ്ടാവില്ല, നന്നാവില്ല, ഇനി പോരാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി പോരാൻ പറഞ്ഞു, അല്ലെ അവരെ അടിച്ചെന്ന് പറഞ്ഞ് വേണേൽ നടക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അദ്ദേഹത്തിന് പോന്നു. ഇതാണ് ഉടനെ പത്രത്തിൽ എന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയെങ്കിലും G. സുധാകരൻ പ്രസംഗം തുടർന്നു. എങ്ങനെയുണ്ട് പത്രം? ഒരു പത്രക്കാരനോടെ ഇല്ല, ഒരു ടെലിവിഷൻകാരനില്ല. ഈ തരത്തിലാണ് വാർത്തകൾ. മനസ്സിലായോ? അഴിമതിക്കാരെ സംരക്ഷിക്കാനും അഴിമതിക്കെതിരെ പൊരുതുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും പ്രവർത്തകരെ അവമാനിക്കാനും പത്രങ്ങളിൽ കയറിയിരിക്കുന്ന സുഹൃത്തുക്കളെ അതങ്ങ് അവസാനിപ്പിക്കുക, സത്യവും നീതിയും ഒക്കെ എഴുതി പിടിപ്പിക്കുക. ഈ രാജ്യത്ത് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ജനങ്ങൾ കേൾക്കും. എഴുതുന്ന പത്രങ്ങൾ വേറെയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ വെളിയിൽ ഞങ്ങൾ വരുന്ന പത്രക്കാരെ, മറ്റു ജില്ലക്കാരൂടെ വരും. അതൊന്നും വേണ്ട, ഇവരൊന്നും ശരിയാവാൻ പോകില്ല. ശരിയാവണമെങ്കിൽ തിരുത്തണം, അത്രയേ ഉള്ളൂ. എല്ലാവരും അതേ പറയുന്നുള്ളൂ. പാർട്ടിയാണ് രക്തസാക്ഷികളുടെ പാർട്ടിയാണ്. ഒരു രക്തസാക്ഷി ദിനത്തിൽ 27-ാം തീയതി വയനാട്ടിലേക്ക് പുന്നപ്രയിൽ നിന്നും ഈ ദീപശിഖ പോകുന്ന ദിവസം, ദീപശിഖ കൊടുത്തത് ഞാനാണ്. PS ഇല്ല, PS വയ്യാതെ വന്നപ്പോൾ കഴിഞ്ഞ വർഷം പറഞ്ഞ് ഞാനാണ് കൊടുത്തത്. ഇനിയിപ്പോൾ ഞാൻ കൊടുത്തില്ല. പിന്നെ നമ്മളെ വിളിക്കത്തില്ല, വിളിച്ചാൽ ഞാൻ അവരുടെ ഇതിന് പോകത്തില്ല. അപ്പോൾ വിളിക്കത്തില്ലല്ലോ. ആ ദിവസം ഒരു പോസ്റ്റ് വന്നു. ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസം അനാവശ്യമായി വഴക്കും മക്കാണോ ഉണ്ടാക്കാമെന്ന ആളിന്റെ പോസ്റ്റാണ്. ഞങ്ങളുടെ പഴയ ഒരു സഖാവിന്റെ മകനാണ്, വലിയ ബഹുമാനം ഉണ്ടായതിന് കുടുംബമാണ്. എന്താ? CPM-യുമായുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് കൊള്ളരുതാത്ത പാർട്ടിയാണ്. അപ്പൊ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, ഇപ്പോഴും എഴുന്നേറ്റ് വരിക. അത് അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ വക്താവായിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മളെ ചോദ്യം ചെയ്തത്. എന്തൊരു ആത്മാർത്ഥതയാണ്! ഈ പോസ്റ്റ് ഇട്ടതല്ലേ, ഞാൻ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് പാർട്ടി വിടുന്നു എന്ന് ഫേസ്ബുക്കിൽ ലോകത്തെ മുഴുവൻ അറിയിച്ചയാള് ആരാണ്? അദ്ദേഹത്തെ മാമൂദ് ബുക്കി ഈ പാർട്ടിയുടെ മെമ്പറാക്കിയത് വീണ്ടും ആരാണിത്? ഇതാണ് രാഷ്ട്രീയം. ഈ പിത്തലാട്ടമൊന്നും ഇവിടെ നടക്കില്ല. ആശയപരമായ സമരം, രാഷ്ട്രീയമായ സമരം, സംഘടനാപരമായ സമരം നടത്താം. അങ്ങനെ നടത്തിയാൽ CPM അവശേഷിക്കുന്ന ശക്തിയെങ്കിലും ഉണ്ടാവും. ഉടനെ ഉയർത്തെഴുന്നേൽപ്പില്ല. കാരണം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഇന്ന് അതിനകത്തില്ല. ആത്മാർത്ഥാണ്. എനിക്കറിയാമല്ലോ ഇവരെയല്ല, ഒരൊറ്റയാൾ പോലും ഇല്ല. CPM-ൽ ആളെ കൂട്ടാൻ കഴിയുന്ന ഒരൊറ്റ പ്രവർത്തകൻ ഈ ജില്ലയിലില്ല. പിന്നെ ഗോവിന്ദമാഷ് വന്നാൽ ആള് കൂടുമായിരിക്കും, പിരിയായിരിക്കും, നിങ്ങളെ കരുതിയാൽ വരുന്ന അദ്ദേഹമാണല്ലോ. പിന്നെ വെറുതെ പിണറായി വിജയൻ സാഹിബിനെ കൊണ്ടുവന്ന് വെറുതെ ചീത്തയാക്കുക. അത് നല്ല മനുഷ്യരെ ഒത്തിരി കഷ്ടപ്പെട്ടതായി പാർട്ടിക്ക് വേണ്ടി. ഇതൊന്നും എനിക്ക് പറയാം, എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ചെറ്റയെന്നൊക്കെ വിളിച്ച് അദ്ദേഹം മറുപടി കൊടുത്തത് വേറെ പ്രത്യയശാസ്ത്രപരമായ മറുപടി. അതൊക്കെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന മാറ്റമാണ്. നാളെ മറ്റന്നാളെ വീണ്ടും വരുന്നുണ്ട്. അദ്ദേഹത്തെ ഒന്ന് ഉപയോഗിച്ചോ. അത് അദ്ദേഹത്തെ പ്രായമായി, എനിക്ക് പ്രായമായി, നമുക്ക് ഓരോന്ന് പ്രായം. അദ്ദേഹത്തെ ഒന്ന് ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്, സ്വൈര്യമായിട്ട് വിടണം. ദീർഘകാലം ജീവിച്ചിരുന്ന് ഈ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കട്ടെ. അങ്ങനെയല്ലവരെ ഉപയോഗിച്ച് നശിപ്പിക്കുക അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള ഒരു വലയത്തിനുള്ളിൽ ഒരു നേതാവും പെടാൻ പാടില്ല. CPM-ന് ആലപ്പുഴ ജില്ലയിൽ ഒരു ഭാവിയുമില്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തുന്നു. അതാണ് ഞാൻ കാണുന്നത്.
കേരളത്തിൽ ഓരോ ജില്ലയിലെ സ്ഥിതി അനുസരിച്ചിരിക്കും. എന്നാൽ ഇപ്പൊ കണ്ണൂരിൽ പോലും 5 സീറ്റ് തോറ്റും. കണ്ണൂരിൽ പോലും തോറ്റും 5 സീറ്റ്. പാലക്കാട് തോറ്റും 6 സീറ്റ്. ഇത് നോക്കാത്ത സ്ഥലമാണ്. അപ്പൊ സ്നേഹമുള്ളവരെ, ഇത്രയും വിശദീകരിക്കാൻ അവസരം കിട്ടിയത് വലിയ ഭാഗ്യമാണ്. ഇതൊക്കെ പറയണ്ടേ ആൾക്കാരോട്? എന്താണ് അവിടെ നടന്നതെന്ന് പറയണ്ടേ? അതാണ് അവിടെ കുഴി കുഴിച്ച് മണ്ണെടുത്തോണ്ട് കംപ്ലീറ്റ് വെള്ളമായിരുന്നു. കലക്ടർ പോലും അറിയാതെ സ്കൂളിന് അവധി കൊടുക്കാൻ അവകാശമുണ്ടോ? ആ ഹെഡ്മിസ്ട്രസും ഈ PTA കൂടെ ചേർന്നിട്ട് കലക്ടർ അറിയാതെ സ്കൂളിന് അവധി കൊടുത്തു. കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊണ്ട് പാനക്കത്തല്ലേ മണ്ണടിച്ചോണ്ട് പോയി. ഇന്നിപ്പോ നോക്കെ വെള്ളമെല്ലാം പറ്റി, പമ്പ് ചെയ്ത് വെള്ളം പറ്റിക്കായിരുന്നു. എന്നിട്ട് അവിടെ കുഴിയിലെല്ലാം മണ്ണിട്ടിട്ടുണ്ട്. എന്തായാലും CM ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. എല്ലാവരും മൊഴി കൊടുത്തോളൂ, എല്ലാ കാര്യങ്ങളും കൊടുക്കണം. റെക്കോർഡായിട്ട് എൻ്റെ കയ്യിലോട്ട് കടലാസ്, ആ കടലാസ് എനിക്ക് തന്നാണ്, അതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കണം. അയാളെ അടിച്ചു എൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചയാൾ താഴെ വീണു. താഴെ കിടന്നുകൊണ്ട് അയാൾ കാല് മുന്നോട്ട് നീട്ടിയപ്പോൾ CMC ചെയർമാൻ്റെ പള്ളക്ക് കൊണ്ടത് അയാളുടെ കുറ്റമല്ലല്ലോ. അയാൾ നിരത്ത് കിടന്നുകൊണ്ട് അയാൾ ചവിട്ടമെന്നുള്ള കാല് മുന്നോട്ട് നീട്ടി. ഞാൻ പള്ള കുറച്ച് വലുതായതുകൊണ്ട് അവിടെ സത്യമല്ല. ഞാനത് കണ്ടോണ്ടിരിക്കുക. ഞാനിരുന്നാലും പടിഞ്ഞാറ് വശമാണത്, മനസ്സിലായില്ല. അടിച്ച താഴെ കിട്ടുന്ന ആ സ്കൂളിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ വന്നു അതിനകത്ത്, മനസ്സിലായില്ലേ? ഞങ്ങൾ ഗൗരവമായി പോലീസ് 5 പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഒരു തെളിവും വേണ്ട, അവർ കണ്ടോണ്ടിരിക്കാല്ലേ. ഞാൻ ഇറങ്ങുമ്പോൾ 5 പോലീസുകാർ എന്നോട് വന്നല്ലേ വെളിയിലോട്ട്. നിങ്ങൾ എന്താണ് ചെയ്യുക? പോലീസിന്റെ ജോലി എന്താ? പരാതിയൊന്നും വേണ്ട, അഡ്മിനിസ്ട്രേറ്റീവ് കേസെടുക്കാം, ഓൺ ദ സ്പോട്ട് കേസെടുക്കാം. ആരും പരാതി ചെയ്യേണ്ട കാര്യമില്ല. പരാതി ഉണ്ട്, എന്റെ അടക്കം പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അദ്ദേഹം അത് വേണ്ട പോലെ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്തു, ആഭ്യന്തര മന്ത്രിക്ക് കൊടുത്തു, ലോക്കൽ ബോഡീസ് മിനിസ്റ്റർക്ക് കൊടുത്തു, സ്പീക്കറിനും കൊടുത്തു. കാരണം എന്റെ അവകാശം ഒരു സ്കൂൾ പോയി പരിശോധിക്കാനുള്ള എന്റെ പ്രിവിലേജ് ഇവരെ ബലം പ്രയോഗിച്ച് തടയാൻ ശ്രമിക്കുകയും എന്നോട് അനാവശ്യം പറയുകയും ഒക്കെ ചെയ്തത് എന്റെ അവകാശങ്ങളെ ലംഘിക്കലാണ്. നിയമസഭയുടെ കൂട്ടിൽ കയറ്റി മാപ്പ് പറയും. അന്വേഷണ ചരിക്ക് നടന്നാൽ നിയമസഭ കൂട്ടിൽ കയറ്റി മാപ്പ് പറയും. അതാണ് അതിന്റെ ശിക്ഷ. അറിയാത്തതുകൊണ്ടാണ്, കുട്ടികളെയല്ല. ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനം സംഘടിപ്പിച്ച കോൺഗ്രസ് കമ്മിറ്റിക്കും ഭാരവാഹികൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.